മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ വെച്ച് നടന്നിട്ടുള്ള രാജാ രഘുവംശി ആൻഡ് സോനം ഹണിമൂൺ മിസ്സിംഗ് ആൻഡ് മർഡർ കേസിന് ഏകദേശ തിരശീല വീണിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നതെന്ന് പറയുന്നത്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന കാമുകനൊപ്പം ഒന്നിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കാമുകനും കാമുകിയും കൂടി കൊട്ടേഷൻ സംഘത്തെ ഏർപ്പാട് ചെയ്യുക, അതിനുശേഷം കൃത്യമായിട്ട് ഹണിമൂണിലേക്ക് എത്തുക, അവിടെ ഇവരെയും കൊണ്ടുവരിക, ലൊക്കേഷൻ കൃത്യമായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വക വരുത്തുക, അതിനുശേഷം ഇവരോടൊപ്പം പെയ്യെ അങ്ങ് മുങ്ങുക. അപ്പം ഇതുപോലുള്ള വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തോന്നിപ്പോകുന്നൊരു കാര്യം, ഇവർക്ക് ഇത്തരത്തിലുള്ള റിലേഷൻസ് ആണിനോ പെണ്ണിനോ ആവട്ടെ ഉണ്ടെങ്കിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി വീട്ടുകാർ ഒരുപക്ഷെ ഇവരെ കൺസെൻറ്റ് കൂടാതെ ആയിരിക്കും കല്യാണം നടത്തുന്നത്. പ്രത്യേകിച്ച് നോർത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് പോലുള്ള കാര്യങ്ങളല്ല അവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. മേ ബി അതുകൊണ്ടാണെന്ന് വെച്ചാൽ പോലും ഇവർ തമ്മിൽ സംസാരിക്കാൻ ഇടയാവുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകത്തില്ലേ, ആ സാഹചര്യത്തിൽ ആണിനൊരു ബന്ധം ഉണ്ടെങ്കിൽ പെണ്ണിനോടും, പെണ്ണിനൊരു ബന്ധം ഉണ്ടെങ്കിൽ ആണിനോടും പറഞ്ഞ് രണ്ടുപേരും പരസ്പരമായിട്ട് ഈ പറയുന്ന സ്വന്തമായിട്ട് തന്നെ വിമുഖത കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബക്കാരും ഇതിൽ നിന്ന് പിന്മാറുന്നതാണ്. അങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. അതല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറുന്നതിന് പകരമായിട്ട് എന്തിനാണ് വെറും ഈ പറയുന്ന ചില പാവങ്ങളെ ഇങ്ങനെ കൊന്നു തള്ളുന്നതിന് ഈ പറയുന്ന ഒരു തരത്തിലുള്ള പശ്ചാത്താപമോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഇങ്ങനെ കൊല്ലാൻ കഴിയുന്നത് എത്തരത്തിലാണെന്ന് മാത്രം മനസ്സിലാവാത്തൊരു കാര്യമാണ്. ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുന്ന സമയത്ത് പിന്നീട് ജീവിക്കേണ്ടി വരുന്നത് ഈ പറയുന്ന ആജീവനാന്തം സെല്ലിലാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്? ഇത്രയും വിഡ്ഢിത്തരങ്ങൾ എന്തിനാണ് ചിന്തിച്ച് കൂട്ടുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല.